ഈവനിങ് അമേരിക്ക. പുര കത്തുമ്പോ വാഴ വെട്ടുന്നെന്ന് കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ഇന്ന് സംഭവിക്കുന്നതും അതാണോ എന്ന് സംശയിച്ചു പോകും. ഒരു വഴിക്ക് അടച്ചുപൂട്ടൽ, മറുവശത്ത് ജോലിയും കൂലിയും ഇല്ലാത്ത കുറെ പേർ. ഇതിനിടയിൽ വന്ന വിലക്കയറ്റ നിരക്കാണെങ്കിൽ മേലോട്ടുള്ള ട്രെൻഡിലും. അങ്ങനെ മേലോട്ട് നോക്കി കണ്ണും തള്ളിയിരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് വൈറ്റ് ഹൗസ് പൊളിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. ലേശം ഔചിത്യബോധം വേണമെന്ന് പറയുന്ന ചിലർ ട്രംപ് എന്നാൽ ലാവിഷ്നെസ് ആണ് പര്യായം എന്ന് പറയാറുണ്ട്. അതിന് യാതൊരു മാറ്റവുമില്ലെന്ന മട്ടിലാണ് കാര്യങ്ങൾ. നാട്ടിലൊക്കെ പൊല്ലാപ്പാണെങ്കിലും ഗംഭീര ബോൾ റൂം പണിയണം. ജോലിയും കൂലിയും ഇല്ലെങ്കിലും നാട്ടുകാരൊക്കെ ഡാൻസ് ചെയ്ത് രസിക്കട്ടെ എന്നാവും ട്രംപ് കരുതുന്നതെന്നല്ലേ ചോദിച്ചാൽ തെറ്റുണ്ടോ? ഇങ്ങനെയാണല്ലേ അമേരിക്കയെ മഹത്തരമാക്കുന്നതെന്ന് ചിന്തിക്കുന്നവരോട് ദാ ഇവിടെ ഇങ്ങനെ പൊളിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? എന്തൊരു സംഗീതാത്മകത! ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങുന്നത് പോലെ ഉണ്ടെന്നാണ് ട്രംപിന്റെ മറുപടി. സംഗതി എന്തായാലും ഒരു കൂട്ടർ കയ്യടിയുമായി രംഗത്തുണ്ട്. ഈ വിഷയം തന്നെയാണ് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ചിന്തിക്കുന്നത്. പൊളിച്ചെടുക്കുമോ? ഇന്നത്തെ എന്റെ അതിഥികൾ റിപ്പബ്ലിക്കൻ അനുഭാവിയായ സ്റ്റാൻലി ജോർജ്, മാധ്യമപ്രവർത്തകനും സംരംഭകനുമായ വർഗീസ് കോരസൺ, ഹ്യൂസ്റ്റൺ ചാപ്റ്റർ IPCNA മുൻ പ്രസിഡന്റും ഹാർവസ്റ്റ് TV ഡയറക്ടറുമായ ജോയ് തുമ്പമൺ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ സ്റ്റാൻലി ജോർജിലേക്കാണ്. ശ്രീ സ്റ്റാൻലി ജോർജ്, എന്ത് തന്നെയായാലും സാധാരണഗതിയിൽ അമേരിക്കയിൽ എല്ലാ മന്ദിരങ്ങളും അതിൻ്റേതായ പഴമയോടെ അതിൻ്റേതായ ആ ഒരു പൗരാണികത്വം ഒക്കെ നിലനിർത്തി സംരക്ഷിക്കുന്ന ഒരു പതിവാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടെയും അവിടുത്തെ മ്യൂസിയങ്ങളിൽ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊക്കെ അതിശയം തോന്നാറുണ്ട്, ഇത്രയും ഭംഗിയായി സൂക്ഷിക്കുന്നുവല്ലോ എന്ന്. പക്ഷേ ആ വൈറ്റ് ഹൗസ് അത് പൊളിച്ചു നീക്കി, അതിൻ്റെ ഈസ്റ്റ് വിങ് പൊളിച്ചു മാറ്റി അവിടെ ഒരു വലിയ ബോൾ റൂം പണിയണം എന്ന് പറയുന്ന ട്രംപിൻ്റെ ആ ആഗ്രഹം അത് അത്യാഗ്രഹമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? കാരണം കുറെ വർഷങ്ങളായിട്ട് ഇതൊരു നിരന്തര ആവശ്യമായിട്ട് പല പ്രസിഡന്റുമാരും ഉന്നയിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് പ്രസിഡന്റ് ഒബാമയുടെ കാലത്താണ് ഇതിനൊരു ആവശ്യം വന്നത്. പക്ഷെ അദ്ദേഹം അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. ഇത് ഈസ്റ്റ് വിങ്ങിന്റെ ഒരു ഭിത്തി മാത്രമേ പൊളിക്കുന്നുള്ളൂ, ഒരു വലിയ ഭിത്തി പൊളിച്ചിട്ട് ഒരു ബോർഡർ ഉണ്ടാക്കുകയാണ്. അത് നാഷണൽ ക്യാപിറ്റൽ പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പൊളിക്കാനുള്ള മാർഗനിർദ്ദേശം കിട്ടിയ ശേഷമാണ്. അത് തന്നെയല്ല, വൈറ്റ് ഹൗസിന്റെ ഘടനയ്ക്ക് കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസം വരുത്തുന്നില്ല, അതിന് രൂപഭൂമിക്ക് വ്യത്യാസം വരുന്നില്ല. അതിന് പകരമായിട്ട് ഒരു വലിയ ബോർഡർ നിർമ്മിക്കുകയാണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള വലിയ പാർട്ടികൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് വിസിറ്റൊക്കെ നടക്കുമ്പോഴേ റോസ് ഗാർഡനിലാണ് സംഭവിക്കാറുള്ളത്. അത് പലപ്പോഴും ഈ പത്രലേഖകര്, വലിയൊരു പത്രക്കാരുടെ വലിയൊരു സംഘം ഉണ്ടാവും, കാരണം വിദേശ പത്രക്കാരൊക്കെ വരാറുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ ഇവര് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെന്റ് കെട്ടിക്കൊണ്ടിരുന്നത് വൈറ്റ് ഹൗസ്. ഓരോ പ്രാവശ്യം അത് അയച്ചു മാറ്റണം, കെട്ടണം. പിന്നെ മഴ പെയ്യുമ്പോൾ അവിടെയൊക്കെയുള്ള റോസ് ഗാർഡനിലുള്ള ചതുപ്പ് സ്ഥലത്ത് ഈ പത്രലേഖികമാരുടെ ഒക്കെ ഹൈ ഹീൽ ഷൂസ് തറച്ച് പിന്നെ അത് എടുക്കാൻ പറ്റാതൊക്കെ പ്രശ്നം, അങ്ങനെയൊക്കെ ഒത്തിരി പരാതികൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അതുപോലെ തന്നെ ക്യാമറയുടെ സ്റ്റാൻഡുകളൊക്കെ അങ്ങോട്ട് താഴ്ന്നു പോകാറുണ്ട്, കാരണം ചതുപ്പ് സ്ഥലമാണ്, ഈ വെള്ളം കഴിഞ്ഞ് ഗാർഡനില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള നിരന്തരമായ ഒരു ആവശ്യം മുൻനിർത്തിയാണ് ട്രംപ് ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിന് മുന്നിട്ട് ഇറങ്ങിയത്. ഇതിന് മികച്ച രൂപഭംഗി ഉണ്ടാകും. ഇതിന്റെ ഘടന സംരക്ഷിച്ചിട്ടുണ്ട്. അത് സംരക്ഷിക്കേണ്ട എല്ലാ ഭാഗവും സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് നിയമസാധ്യതയുണ്ട് ഇതിന്. അത് മാത്രമല്ല, ഇപ്പൊ നാളെ പത്രക്കാരൊക്കെ കൂടുതൽ വരികയാണ്. ഇപ്പൊ നാളെ 25 ന്യൂസിന് മധുകൊട്ടാരക്കര ആയിരിക്കും ഒരു പക്ഷേ കേരള പത്രക്കാർ ആദ്യമായിട്ട് വൈറ്റ് ഹൗസ് സ്കോറിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം നാളെ പോകുമ്പോൾ അദ്ദേഹത്തിനോട് ഉപയോഗപ്പെടുത്താനാണ് ഈ ബോർഡർ എന്ന് പറയുന്നത്, വലിയ പാർട്ടികൾക്കും സ്റ്റേറ്റ് വിസിറ്റിനും ഒക്കെ ഉള്ള പരിപാടി. അപ്പൊ അതുകൊണ്ട് ഇതൊരു ആവശ്യകതയാണ്. പിന്നെ ട്രംപ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിന് എന്താണ് നിയമ സാധ്യത ഇല്ലാത്തതെന്നാണ് എന്റെ ചോദ്യം. കാരണം അതന്നല്ല, ഈ ഈസ്റ്റ് വിങ് എന്ന് പറയുന്നത് ഈ പണ്ടത്തെ ഈസ്റ്റ് വിങ് അല്ല. 1948 മണ്ടൊക്കെ ഒരു നില കൂടി പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ വൈറ്റ് ഹൗസിന്റെ ഘടനയ്ക്ക് ധാരാളം അറ്റകുറ്റപ്പണികളും റെനോവേഷൻസും അതിനോട് ഘടിപ്പിച്ചിട്ടുള്ള പല അറ്റാച്ച്മെന്റ് പണികളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഓരോ പ്രസിഡന്റുമാരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു സാധാരണ കാര്യമാണ്. ഇതിനകത്ത് ഒരു അസാധാരണമായിട്ട് ഒരു കാര്യമില്ലെന്നാണ് പൊതുവെ ഇത് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ കഴിയുന്നത്. ശരി, താങ്ക് യു. ശ്രീ വർഗീസ് കോരസൺ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത്
ഇത് കാലികമായ ഒരു മാറ്റമാണ്. മുൻപും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു മാറ്റം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ച സമയമായിരിക്കാം ചിലപ്പോൾ ഒരു കൂട്ടം വിമർശകർ അതിന് പിന്നിലേക്ക് വരാൻ കാരണം. അപ്പോൾ ആ മട്ടിൽ വലിയ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമായിരിക്കും എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവരുടെ ഈ പറയുന്നത് പോലെ അത് രണ്ടും കൂടെ ഒന്ന് ചേർന്ന് പോകുന്നില്ല. ഇത് പക്ഷേ സ്വാഭാവികമാണ്. അതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങ് ഇതിനെ എങ്ങനെ കാണുന്നു? ക്രിസ്റ്റീന പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം. കാരണം ഇതിന്റെ ടൈമിംഗ് ആണ് പെർഫെക്റ്റ്. കാരണം ഒരു മാധ്യമത്തെ എങ്ങനെ മാധ്യമങ്ങളെ, ലോകത്തിന്റെ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, എന്ന് പഠിക്കേണ്ട പാഠപുസ്തകമാണ് പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ട ഓരോ ദിവസത്തെയും വിഷയങ്ങളും അവരെ വിരൽത്തുമ്പിൽ നിർത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. കാരണം ഒരു വലിയ കാലഘട്ടം എല്ലാ വാർത്തകളിലും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന പ്രസിഡന്റ് ട്രംപാണ്. കാരണം അദ്ദേഹം ആ ഒരു സ്കില്ല് നേടിയത് അദ്ദേഹത്തിന്റെ മാധ്യമത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നിന്ന് ആർജിച്ച അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യമായിരിക്കാം. ക്രിസ്റ്റീന ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയിൽ നിന്ന് കടന്നു പോകുന്ന ഒരു വലിയ തീച്ചുളയിൽ കൂടെയാണ്. കാരണം ഗവൺമെന്റ് ഷട്ട് ഡൗൺ. ഇനിയും ഈ നവംബർ 1 മുതൽ എയർ ട്രാഫിക് കൺട്രോളേഴ്സിനൊന്നും ശമ്പളം പോലും കൊടുക്കാനാകാതെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാത്ത നിരവധി പേര് പട്ടണം കിടക്കേണ്ട അവസ്ഥ ഇന്ന് അമേരിക്ക നേരിടുകയാണ്. അതുപോലെ ഫെഡറൽ ഡെറ്റ് $38 ട്രില്യൺ ആയിട്ട് ഏറ്റവും വലിയ ഒരു ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഫെയിൽഡ് ഗാസയിലെ സമാധാന ശ്രമങ്ങളൊക്കെ പൊളിഞ്ഞ മട്ടിലാണ്. അതുപോലെ തന്നെ റഷ്യയിലും യുക്രൈനും തമ്മിലുള്ള വാർ, ഈ പിടിപ്പുകളെല്ലാം മുമ്പിൽ നിൽക്കുമ്പോൾ ആളുകൾക്ക് എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം എറിഞ്ഞു കൊടുത്തേക്കുന്ന ചില ന്യൂസ്. കുറെ നാള് നോബൽ പീസ് പ്രൈസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. ആൾക്കാർ എല്ലാം അതിന്റെ പുറകെ പോയി. അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു സോഫ്റ്റ് സാധനമാണ് വൈറ്റ് ഹൗസിലെ വാൾറൂം റീകൺസ്ട്രക്ഷനെ പറ്റി പറയുമ്പോഴേ എനിക്കൊരു സമ്മിശ്രമായിട്ടുള്ളൊരു വികാരമാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം 1800 മുതൽ ജോൺ ആഡംസ് പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ അവിടെ ആ ഒരു വൈറ്റ് ഹൗസിൽ ഓരോ കാലഘട്ടത്തിലും അവിടുത്തെ റെനോവേഷൻസ് നടന്നിട്ടുണ്ട്. 1812 ബ്രിട്ടീഷുകാർ ആർമി അത് ആക്രമിച്ച് തീ വെച്ച് നശിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് റീബിൽഡ് ചെയ്തു. 1901 വെസ്റ്റ് വിങ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഓവൽ ഓഫീസ് ഉണ്ടാക്കി. 1909 1942 ഈസ്റ്റ് വിങ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ട്രഡീഷണൽ ആയിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടത് കാലത്തിന്റെ ഒരു ആവശ്യമാണ്. പക്ഷേ അതിന്റെ ടൈമിംഗ് ആണ് പെർഫെക്റ്റ്. അതാണ് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ചെറിയ സംവിധാനം വെച്ചുകൊണ്ട് പിന്നെ അവിടെ വളരെയധികം പരിമിതികളുണ്ട് വൈറ്റ് ഹൗസിൽ. ബോൾറൂം ഒരു അത്യാവശ്യപ്പെട്ട ഘടകമാണെന്നാണ് എന്റെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഈ സാധാരണ പ്രസിഡന്റുമാരെയൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര കാറ്റും തണുപ്പുള്ള സമയമാണ്. അപ്പൊ അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക, അതൊരു വല്ലാത്തൊരു വികലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ബോൾറൂം വേണമെന്നുള്ളത് ഇന്ന് അമേരിക്കയുടെ പൊതുവായിട്ടുള്ള ആവശ്യമാണ്. അത് ട്രംപ് ആദ്യത്തെ ടൈമിൽ തന്നെ ഒബാമയുടെ ടൈമിലും അത് പ്രപ്പോസ് ചെയ്തതാണ്. അദ്ദേഹം കുറെ $100 മില്യൺ അതിന് കൊടുക്കാം എന്ന് വരെ പറഞ്ഞതാണ്, സ്വന്തമായിട്ടുള്ള മണി. ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നത് അത് റേസ് ചെയ്യാണ്. ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ന്യൂയോർക്ക് സിറ്റി ആയിരുന്നു അന്നത്തെ ക്യാപിറ്റൽ. അവിടെ അദ്ദേഹം താമസിച്ച 2 ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്. 2 വർഷമോളം അദ്ദേഹം അവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ താമസിച്ചു. ഞാനത് വ്യക്തിപരമായിട്ട് എൻ്റെ ജോലിയുടെ അടുത്തായിരുന്നുകൊണ്ട് ആ വീടുകളിൽ നിന്ന് കാണാനായിട്ട് ശ്രമിച്ചു. അതായത് എനിക്ക് 1 സെൻട്രൽ സ്ട്രീറ്റ് ബ്രോഡ്വേയിലുള്ള 2 ബിൽഡിംഗ്. ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ആ 2 ബിൽഡിങ്ങും ഇല്ല, രണ്ടും ഡിമോളിഷ് ചെയ്തു. ആദ്യത്തെ പ്രസിഡന്റ് താമസിച്ച ആ ഭവനം അത്ര പരിപാവനമായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സംരക്ഷിക്കാമായിരുന്നു. ആകെ അവിടെ അവശേഷിക്കുന്ന 2 ശിലകങ്ങൾ മാത്രമാണ്. ഇവിടെ പ്രസിഡന്റ് താമസിച്ചിരുന്നു മാത്രം എഴുതി വെച്ചേക്കുന്ന 2 ശിലകങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു വീട് എന്ന് പറയുന്നത് ഒരു അമേരിക്കയുടെ ഹൗസ്, പീപ്പിൾസ് ഹൗസ് എന്നാണ് വൈറ്റ് ഹൗസിനെ പറ്റി പറയുന്നത്. ഇത് അമേരിക്കയുടെ കുടുംബമാണ്, ഏറ്റവും വലിയ കുടുംബമാണ്. അപ്പൊ അവിടെ താമസിക്കുന്ന പ്രസിഡന്റ് ഏറ്റവും അനുയോജ്യമായിട്ടും ഏറ്റവും യുക്തമായിട്ടും ഏറ്റവും യോഗ്യതയുള്ള രീതിയിലും ജീവിക്കണം എന്നുള്ളതാണ് എല്ലാ അമേരിക്കക്കാരുടെയും ആവശ്യം. പിന്നെ ഒരു വീട്ടിൽ വന്ന് പോകുന്നവര് പറയുന്ന അഭിപ്രായമാണ് ആ വീടിനെ പറ്റി. അല്ല വീടിന്റെ ടോയ്ലറ്റ് സ്വർണം തേച്ചുകൊണ്ടല്ല അതിന്റെ മതിപ്പ് പറയണേ. അവിടെ വരുന്നവരും അവരെ എങ്ങനെ സ്വീകരിക്കുന്നു, അവരുടെ പോളിസി, അവരെങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് അവരുടെ മഹത്വം. ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ കാര്യം തന്നെ പറയുമ്പോൾ ഇതിനകത്ത്
മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഇതിന്റെ ലഭ്യത കുറവ്, സ്പേസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമതിന്റെ സെക്യൂരിറ്റി സിസ്റ്റം. ഈസ്റ്റ് വിങ്ങിന്റെ താഴെയാണ് ഏറ്റവും വലിയ പ്രസിഡൻസ് എമർജൻസി ഓപ്പറേഷൻസ് മുഴുവൻ ക്രോഡീകരിച്ചിരിക്കുന്ന അതിന്റെ ബേസ്മെന്റിലാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടം അനുസരിച്ച് അവിടെ വികസിപ്പിക്കേണ്ട കാര്യമുണ്ട്. അതൊന്നും ആൾക്കാരെ എക്സ്പോസ് ചെയ്ത് വെളിയിൽ പറയാൻ പറ്റൂല. ഇത് അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ ദേ നീഡ് ടു ഡു ഇറ്റ്. ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ, സെക്യൂരിറ്റി മാറ്റങ്ങൾ വൈറ്റ് ഹൗസിൽ പരിമിതമാണ്. അത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ ഇതിന്റെ ഫണ്ടിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് $250 million ആണ് ഫണ്ടിങ് വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ അത് 300 ആകുന്നു. പക്ഷേ ട്രംപ് പറയുന്നു ഇത് പ്രൈവറ്റ്ലി ഫണ്ടഡ് ആണ്, ഇത് ടാക്സ് പേസിന്റെ മണിയൊന്നും വരുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹം കുറെ വ്യക്തിപരമായിട്ട് പണം ഇതിനകത്ത് നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ട് വരികയാണ്. പക്ഷെ എന്താണ് പ്രധാനമായിട്ടും ആളുകൾ സംശയത്തോടെ ഈ സംവിധാനത്തെ കാണുക എന്ന് വെച്ചാൽ ഇത് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ഇത് ആരോടും ചോദിക്കാതെ, ഇതിന് യാതൊരു റിവ്യൂവും പോയിട്ടില്ല. നാഷണൽ ഹിസ്റ്റോറിക്കൽ പ്രിസർവേഷൻ ആക്ടിന്റെ 1996 ആക്ട് പ്രകാരം ഒഴിവാക്കപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് വൈറ്റ് ഹൗസും അതുപോലെ സുപ്രീം കോടതി ബിൽഡിങ്ങും അതുപോലെ ക്യാപിറ്റലും. അപ്പൊ ഇതിന് റിവ്യൂ ആവശ്യമില്ല എന്നുള്ളൊരു പ്രൊവിഷൻ വെച്ചുകൊണ്ട് ആരോടും ചോദിക്കാതെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. സൊസൈറ്റി ഓഫ് ആർക്കിടെക്ചറൽ ഹിസ്റ്റോറിയൻസ് അത് അവർ പറയുന്നത് ഇത് ഹോൾഡ് ചെയ്യണം, കാരണം ഇത് റിവ്യൂ ചെയ്യണം. കാരണം ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള 225 വർഷം പഴക്കമുള്ള ഈ ബിൽഡിങ്ങിന് ഹിസ്റ്റോറിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് ഓരോ അമേരിക്കക്കാരനും ഹൃദയത്തിലേറുന്ന ഒരു ഹൃദയതുല്യമായ വളരെ വാല്യൂ കൊടുക്കുന്ന, സ്വന്തം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് വൈറ്റ് ഹൗസ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം, റിവ്യൂ ഉണ്ടാകണം. അതൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംശയിപ്പിക്കുന്നത്, എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊരു ഓവർവെൽമിങ് സ്ട്രക്ചറാണ്. കാരണം വൈറ്റ് ഹൗസിന്റെ 55,000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഇത് 90,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹ്യൂജ് ഹ്യൂമംഗസ് ബിൽഡിംഗ് വരുമ്പോൾ വൈറ്റ് ഹൗസ് നിഷ്പ്രഭമായി പോകും. അത് ആൾക്കാർക്ക് അങ്ങനെ ഒരു ആകാംക്ഷയുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു പിക്ചർ പോലും ഇതുവരെ ആൾക്കാരുടെ മുമ്പിലോട്ട് കാണിച്ചിട്ടില്ല. ഇപ്പം ട്രംപ് പലപ്പോഴും കാണിക്കുന്നത് അതിനകത്തെ സംവിധാനങ്ങളാണ് കാണിക്കുന്നത്. സ്വർണം അടിച്ച കസേരകളും സ്വർണം വെച്ച ഷാൻഡിയറുകളും ഒക്കെയുള്ള വിശാലമായ മുറി, അതാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വലിയ ഹ്യൂജ് ബിൽഡിംഗ് നിൽക്കുമ്പോൾ വൈറ്റ് ഹൗസ് ഒരു ചെറിയ കുഞ്ഞ് കഥാപാത്രമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അമേരിക്കക്കാർക്ക് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു കട്ടിലുണ്ടാക്കുന്ന സീൻ ചിലപ്പോൾ അങ്ങ് കണ്ടിട്ടുണ്ടാവും. ഒരു തൂണിന് 4 ചുറ്റും ഇതെല്ലാം അടിച്ചു കഴിഞ്ഞ് വേണം ഇത് ഇളക്കാൻ പറ്റില്ലല്ലോ എന്ന് തോന്നുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ വൈറ്റ് ഹൗസ് ചെറുതും വലിയ ബോൾ റൂമും കാണുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് ഇനി വൈറ്റ് ഹൗസ് ഒന്ന് വലുതാക്കിയാലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. നമുക്കറിയില്ല എന്താണ് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ മാറി മറിയുന്ന ചിന്താഗതിക്ക് അനുസരിച്ച് വരുന്നതെന്ന്. ശ്രീ ജോയ് തുമ്പമൺ അങ്ങൊരു ബ്രോഡ്കാസ്റ്റർ കൂടെയാണ്. അപ്പോൾ ഇതിൽ ചിലർ പറയുന്ന ഈ റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതുപോലെ ഒരു അഭിനവ നീറോ ആകാൻ ശ്രമിക്കുകയാണ് ട്രംപ്. കാരണം ജനങ്ങളിൽ പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നു, വിലക്കയറ്റം കൂടുന്നു, സമ്പദ് വ്യവസ്ഥയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഈ സമയത്ത് തന്നെ വേണോ ഈ ഒരു ബോൾ റൂം പണിയൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, ഇത്രയധികം പ്രശ്നങ്ങളിൽ ഞങ്ങളിരിക്കുമ്പോൾ ഡാൻസ് കളിച്ച് രസിക്കാൻ ഇത്ര വിശാലമായ ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്ററുടെ കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ വളരെ ഉണ്ട്. ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത്ര വലിയ മനോഹരമായ ഒരു ബോൾ റൂം പണിയുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ജനലക്ഷങ്ങളുടെ ചോദ്യം. എന്നാൽ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയിൽ വിദേശ രാജ്യത്തുള്ളതായ പ്രസിഡന്റുമാരും രാജാക്കന്മാരും മറ്റും ഇവിടെ കടന്നു വരുമ്പോൾ അനേക ലോകത്തിലെ പ്രമുഖരായ ആളുകൾ ഇവിടെ കടന്നു വന്ന് ഈ ഈസ്റ്റ് വിങ്ങിൽ അവരുടെ ആതിഥ്യം സ്വീകരിക്കുമ്പോൾ അതിനനുയോജ്യമായ കാലോചിതമായ ഒരു വ്യത്യാസം ഈ വൈറ്റ് ഹൗസിലുള്ള ഈസ്റ്റ് വിങ്ങിന് നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഇപ്പോൾ, ഇന്നല്ലെങ്കിൽ പിന്നെ നാളെയും വേറൊരു പ്രശ്നം അമേരിക്ക അഭിമുഖീകരിക്കുവാൻ സാധ്യതയുണ്ട്. ലോക സമാധാനം അതിൻ്റെ വളരെയധികം വ്യത്യസ്തമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്.
ലോകരാഷ്ട്രങ്ങളൊക്കെ പരസ്പരം കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുകയാണ്. അമേരിക്കയിൽ തന്നെ തെരുവീതികളിൽ ഇറങ്ങി ജനങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. എന്നാൽ ഇതിനൊരു അവസാനമുണ്ടായിട്ട് എന്തെങ്കിലും ഒരു പുതിയ പണി ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ അതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഈ ട്രംപിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പത്തരമാറ്റിൻ്റെ വളരെ മനോഹരമായ സ്വർണ്ണ തളികകളൊക്കെ നല്ല സ്വർണമൊക്കെ പതിപ്പിച്ചതായ ഒരു നല്ല വിശാലമായ 100,000 സ്ക്വയർ ഫുട്ടുള്ളതായ ഒരു മനോഹരമായ വിശാലമായ ഒരു ആലയമാണ് താൻ അവിടെ പണിയുന്നത്. അങ്ങനെ എടുത്തെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ആ വൈറ്റ് ഹൗസിന്റെ മാറ്റ് ഉയരുകയാണ്, ട്രംപിന്റെ മാറ്റ് ഉയരുകയാണ്. അമേരിക്കയെക്കുറിച്ച് ലോക ജനങ്ങളുടെ ഒരു വലിയ ബഹുമാനവും അവരുടെ അഭിപ്രായവും മാറുകയാണ്. ട്രംപ് പലപ്പോഴും പറയാറുണ്ട്, ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾ കയറുന്നതിന് മുമ്പ് അതിൻ്റെ വാതിലുകളും കഥകളും ഒന്ന് നോക്കണം. അത് വൃത്തിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനകത്ത് കയറി ഭക്ഷണം കഴിക്കുവാൻ പറ്റൂ എന്ന്. ഈ റോസ് ഗാർഡൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വളരെ ചെളികളും മഴകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, വാഷിങ്ടൺ DC മഞ്ഞ് പെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ വളരെ വിശാലമായ ഒരു ഹാള് അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കാലോചിതമായ ഒരു തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. നമ്മൾ കേട്ടതുപോലെ ഇതിന് പ്രൈവറ്റ് ഫണ്ടാണ്. ആമസോൺ തൊട്ട് യൂട്യൂബ് തൊട്ട് അനേക പ്രൈവറ്റ് എൻറ്റിറ്റികളാണ് ഇതിനു വേണ്ടി സംഭാവന ചെയ്യുന്നത്. ഒരു ടാക്സ് പേയേഴ്സിൻ്റെയും പണം എടുത്തുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായി വൈറ്റ് ഹൗസിൻ്റെ അടുത്ത് ഒരു ഈസ്റ്റ് വിങ് ഉണ്ടാകുന്നത് അമേരിക്കക്കാരായ എല്ലാവർക്കും ഒരു അഭിമാനമാണ്. അതിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്ക് യു. എന്തായാലും അങ്ങ് പറയുന്നത് കാലത്തിന്റെ ആവശ്യമാണ്, അത് ചെയ്യേണ്ടതാണെന്നാണ്. ശ്രീ സ്റ്റാൻലി ജോർജ് അങ്ങും പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഈസ്റ്റ് വിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പൊളിച്ചു മാറ്റുന്നതെന്ന് പറയുമ്പോഴും ചില ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണിക്കുന്നത് ഈസ്റ്റ് വിങ് ഏകദേശം പൂർണ്ണമായും തകർക്കപ്പെട്ടു. പ്രധാനപ്പെട്ട വൈറ്റ് ഹൗസിന്റെ കെട്ടിടവുമായി ബന്ധിപ്പിക്കുന്ന ആ ഇടനാഴികൾ അതും തകർന്ന നിലയിലാണ്. ജാക്വലിൻ കെന്നഡിയുടെ പേരിലുള്ള ആ പൂന്തോട്ടം അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിന്റെ കാതലായ ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയിലേക്ക് തന്നെയാണോ പോകുന്നതെന്നൊരു സംശയമുണ്ട് അവിടെ. ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണെങ്കിൽ തന്നെയും പലപ്പോഴും പല കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടതായ ആവശ്യമുണ്ട്. ജാക്വലിൻ കെന്നഡിയുടെ ആ റോസ് ഗാർഡന് എന്നാൽ എന്താണ് സംഭവിച്ചത്? കാലത്തിന്റെ കുത്തൊഴുക്കില് ആ റോസ് ഗാർഡൻ തന്നെ അത് കാലഹരണപ്പെട്ടു പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് റിപ്പയർ ചെയ്ത് മനോഹരമാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതേസമയത്ത് തന്നെ ജാക്വലിൻ കെന്നഡിയുടെ ഓർമ്മ നിലനിർത്തുവാനായിട്ട് ചില കാര്യങ്ങൾ അവിടെ തന്നെ ചെയ്യുവാൻ കഴിയുമെന്ന ഒരു നിർദ്ദേശം കൂടി എനിക്കുണ്ട്. ഇതൊരു വിങ് ആണ്, ഈസ്റ്റ് വിങ് ആണ്. ഇപ്പൊ ഈ വൈറ്റ് ഹൗസിന്റെ പുറഭാഗമാണ്. എത്ര വലിയ സംവിധാനം അവിടെ നിർമ്മിച്ചാലും വൈറ്റ് ഹൗസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഇടനാഴി ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ അത് വൈറ്റ് ഹൗസിന്റെ മുൻഭാഗമോ അല്ലെങ്കിൽ ഇതിന്റെ പുറവശമാണ്, ഇത് വളരെ പുറവശമാണ്. അപ്പൊ അതൊരിക്കൽ വൈറ്റ് ഹൗസിന്റെ രൂപഭംഗിയോ അല്ല അതിന്റെ ഘടനയോ ഒന്നും തന്നെ പുറമെ ചെറുതായി കാണിക്കത്തില്ല എന്നുള്ളതാണ് ഒരു ഉറപ്പ്. പിന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിസൈനർമാരാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പം മികച്ച അവലോകനാണ് കിട്ടിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ കുറച്ച് പറഞ്ഞ പോലെ ഇത് നാഷണൽ ക്യാപിറ്റൽ പ്ലാനിംഗ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് ചെയ്യുന്നത്. ഡെമോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം നേരത്തെ കിട്ടിയതാണ്. അപ്പൊ ഇത് സത്യത്തിൽ ഇത് പലരും അന്വേഷിക്കാറില്ല. കാരണം എതിർക്കുന്നതിന്റെ തിരക്കിനിടയിൽ കൃത്യമായിട്ടുള്ള കാര്യം അന്വേഷിക്കാനോ അറിയാനോ ആരും ശ്രമിക്കാറില്ല. അതാണ് കൃത്യമായ വസ്തുത. എല്ലാം നിയമവിധേയമാണ്. ഒരു പ്രസിഡന്റിന്റെ അധികാരം അല്ലെ വൈറ്റ് ഹൗസുമായിട്ട് അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അത് പിന്നെ ഈ സമയത്തെക്കുറിച്ച് ഇവിടെ പല കൺസേൺ ഉണ്ടായി. സമയം എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും. കാരണം ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി ഫെഡറൽ ജീവനക്കാരുടെ ദുരുപയോഗത്തിലാക്കിക്കൊണ്ട് ഗവൺമെന്റിനെ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇത് റിപ്പബ്ലിക് പാർട്ടിയുടെ ഒരു വസ്തുതയല്ല, ഗവൺമെന്റിന്റെ പ്രശ്നമല്ല അത്. അപ്പൊ ഇതൊരു നാടകമാണ്, രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. അതുകൊണ്ട് ഷട്ട് ഡൗണുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർമ്മാണം നടത്തിക്കൂടാ എന്ന് പറയുന്നതിനകത്തൊരു കഥയില്ല. അത് മാത്രമല്ല, ടാക്സ് പേഴ്സിന്റെ ഫണ്ട് ഇതിനകത്തില്ല. ട്രംപിന്റെ ഫണ്ടാണ് മെജോറിറ്റി ഇതിനകത്തുള്ളത്. ബാക്കിയുള്ള ഫണ്ട് അദ്ദേഹം കണ്ടെത്തുകയാണ് തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള
ഡൊണേഴ്സിനെ കണ്ടെത്തുകയാണ്. പിന്നെ ആരെതിനെ എതിർക്കുന്നത്? ട്രംപ് എന്ത് ചെയ്താലും എതിർക്കാൻ ആൾക്കാർ തയ്യാറാണ്. ഇപ്പൊ തന്നെ അദ്ദേഹം ഒരു ബിൽഡറാണ്, അറിയാലോ. ട്രംപ് ഒരു ബിൽഡറാണ്, കരിയർ ബിൽഡറാണ്. അദ്ദേഹം ന്യൂയോർക്കിൽ തന്നെ എത്രയോ തരിശ് സ്ഥലങ്ങൾ വളരെ മനോഹരമാക്കി ബിൽഡ് ചെയ്ത് എത്രയോ വലിയ ഹൈറേസ് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉപേക്ഷിക്കപ്പെട്ട എത്രയോ ബിൽഡിങ്ങുകൾ അദ്ദേഹം എടുത്ത് റെനോവേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള ഹൈറേസ് ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ബിൽഡർ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷനാണ്. DC തന്നെ കഴിഞ്ഞ നാളുകളിലാണ് അവിടെയുള്ള ക്രൈമിൽ അദ്ദേഹം ഇല്ലാതാക്കി 1700ഓളം ക്രിമിനലുകളെ അദ്ദേഹം പിടിച്ചു. അതിൽ മിക്ക ആൾക്കാരും നിയമവിരുദ്ധമായിട്ട് കന്നവരാണ്. അവരെയൊക്കെ പറഞ്ഞു വിട്ടു. ആ സിറ്റി മനോഹരമാക്കി. അവിടെയുള്ള പാതകളും പാതയോരങ്ങളും പൂന്തോട്ടങ്ങളും ഗാർഡൻ എല്ലാം തന്നെ അദ്ദേഹം പാർക്കെല്ലാം ഭംഗിയാക്കി. അങ്ങനെ അദ്ദേഹം മനോഹരമാക്കുന്ന ഒരു പ്രക്രിയയിലാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ സമയത്തിനെ കുറിച്ച് നമ്മൾ വേദനപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും നടക്കേണ്ട കാര്യമാണ്. കാരണം ഇത് അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കയെ പോലെയുള്ള ഒരു സമ്പന്ന രാജ്യത്തിന് അതിന്റെ പ്രതാപം, വൈറ്റ് ഹൗസ് അവിടെ ഒരു വലിയ പാർട്ടി നടത്തുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിസിറ്റ് നടത്തുമ്പോൾ ഉണ്ടാകേണ്ട അടിസ്ഥാന ഒരു സൗകര്യമാണിത്. അതാണ്. പിന്നെ ഈ എതിർക്കുന്ന ആൾക്കാർക്ക് എന്താ എതിർക്കാൻ വയ്യാതെ? കാരണം ഇവരാരാണ് എതിർക്കുന്ന? പലരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രൊട്ടസ്റ്റിന്റെ പേരിൽ അനേക പല ബിൽഡിങ്ങൾക്ക് തീയിട്ട ആളുകളും നാശനഷ്ടം വരുത്തിയ ആൾക്കാരാണ് എതിർക്കുന്നത്. ഓർത്തോണം, അവർക്കൊന്നും ഇതിനകത്ത് യാതൊരു ധാർമ്മിക അവകാശം എതിർക്കാനായിട്ട്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി എത്രയോ പേര് പണം ഉണ്ടാക്കി. എന്നാൽ ഈ പ്രസിഡന്റ് ശമ്പളം പോലും വാങ്ങിക്കാൻ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് എതിർപ്പിനകത്ത് ഒരു കഥയില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് അദ്ദേഹം ശമ്പളം വാങ്ങിക്കുന്നുമില്ല. ഇപ്പൊ കുറച്ചു നാളായിട്ട് ആർക്കും ശമ്പളം കൊടുക്കുന്നുമില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. അപ്പൊ അങ്ങ് ഇതൊക്കെ പറയുമ്പോഴേ ശ്രീ വർഗീസ് കോരസൺ ഇപ്പുറത്തെ വിൻഡോയിൽ ഇങ്ങനെ ചിന്തിക്കുക, ചേട്ടാ ഇതൊക്കെ പറയാൻ ഈ സ്റ്റാൻലിക്ക് ട്രംപ് വല്ല കാശും കൊടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോ ശ്രീ വർഗീസ് കോരസൺ, നമുക്കൊരു കൺക്ലൂഡിങ് പറഞ്ഞോളൂ. അല്ല, ക്രിസ്റ്റീനെ, സത്യം പറയാൻ ആരും കാശിടേണ്ട ആവശ്യമില്ല. സത്യം പറയാൻ നമുക്ക് ഉള്ള നമ്മുടെ ധാർമ്മിക ബോധം പോരാ സത്യം പറയാനായിട്ട്. അപ്പൊ ഇത് വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊരു എതിർപ്പിന്റെ ഒരു അടിസ്ഥാനമില്ല. അതാണ് വസ്തു. പിന്നെ ശമ്പളം കൊടുക്കാതിരിക്കുന്ന ആരാണ്? സർക്കാർ ശമ്പളം കൊടുക്കണമെങ്കിൽ ഈ ഡെമോക്രാറ്റ് വോട്ട് ചെയ്യണ്ടായ 8 പ്രാവശ്യം വോട്ടെടുത്തു. 8 പ്രാവശ്യം റിപ്പബ്ലിക്കന്മാര് ഗവൺമെന്റ് ഓപ്പൺ ചെയ്യാൻ വോട്ട് ചെയ്തു. ഇവര് അടയ്ക്കാൻ വോട്ട് ചെയ്തു. ഇതിപ്പോ ആറ് പ്രശ്നമാണ് ഇപ്പൊ ഇത്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക. ശ്രീ വർഗീസ് കോരസൺ, നമുക്കൊരു കൺക്ലൂഡിംഗ് റിമാർക്സ് ആയിട്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതിന് അങ്ങേക്ക് പറയാനുള്ള ഒരു മറുപടിയും അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം നമുക്ക് ചർച്ച. ഓക്കെ. അത് ഒരു ജനതയ്ക്ക് വേണ്ടിയ ഒരു നേതാവാണ് അവർക്ക് ഉണ്ടാകുക എന്ന് പറയാറുണ്ട്. കാരണം ഇന്ന് അമേരിക്കയെ നയിക്കുന്ന ഒരു വലിയ ചാലകശക്തി എന്ന് പറഞ്ഞാൽ ഗ്രീഡാണ്. ആ ഗ്രീഡ് ഏറ്റവും ഒരു മെഗലോമേനിയ, ഏറ്റവും വലുത്, ഏറ്റവും ഗ്രീഡ്, ഏറ്റവും കൂടുതൽ എനിക്ക് എന്നുള്ള ആർത്തി മുമ്പോട്ട് നിൽക്കുമ്പോൾ അത് ആർത്തിയെ മുമ്പിൽ നിന്ന് ഭരിക്കുന്ന ഒരു നേതൃത്വം കൂടെ ഉണ്ടാകുമ്പോൾ മറ്റ് ആവശ്യങ്ങൾ, സാധാരണക്കാരുടെ ആവശ്യങ്ങളൊക്കെ നിഷ്പ്രഭമായി മാറുകയാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് മാനെ പിടിച്ച് പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ അദ്ദേഹം പൊളിക്കുകയാണ് പരിപാടി. പൊളിക്കുക, എന്തും പൊളിക്കുക. അപ്പൊ UN അതിൽ വട്ടവിട്ട് നടക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ UN കേന്ദ്രം അതുകൂടെ പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും റിയൽ എസ്റ്റേറ്റ് ബിൽഡ് ചെയ്യാൻ എന്നുള്ളൊരു സ്വപ്നം കണ്ടു നടക്കുന്ന ഒത്തിരി റിപ്പബ്ലിക്കൻസ് ഉണ്ട്. കാരണം ഇതൊന്നും ആവശ്യമല്ല. ലോകത്തിന്റെ സമാധാനം ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇവിടെ റിയൽ എസ്റ്റേറ്റ് ആണ് പണിയേണ്ടത്. ഇപ്പൊ ഈ രീതിയിലൊക്കെ ചിന്തിച്ചു പോകുമ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് മാനെ ഒരു പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ പൊളിക്കും, തീർച്ചയായിട്ടും പൊളിക്കും, വീണ്ടും പണിയും, സുന്ദരമാക്കും, സ്വർണം പൂശും. ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ബ്യൂട്ടിഫുൾ സൗണ്ട്. ഈ പൊളിക്കുന്നതിന് ഏറ്റവും മനോഹരമായ ശബ്ദം കേട്ട് ഓരോ രാത്രിയും അമേരിക്കക്കാരന് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു വലിയ സ്വപ്ന ലോകത്തിലേക്കാണ് ഇന്ന് അമേരിക്ക പോകുന്നത്. അപ്പോൾ എന്തായാലും റിയൽ എസ്റ്റേറ്റ് ബിൽഡർ ആയതുകൊണ്ട് അദ്ദേഹം പൊളിച്ചു പണിയുന്നു. മറ്റ് എന്തെങ്കിലുമൊക്കെ തൊഴിലുള്ളവരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ അവരെന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നൊരു കൗതുകം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സ്റ്റാൻലി ജോർജ്, ശ്രീ വർഗീസ് കോരസൺ ആൻഡ് ശ്രീ ജോയ് തുമ്പമൺ. അപ്പോൾ ട്രംപിൻ്റെ ഉദ്ദേശം നല്ലതാണ്. കാരണം വൈറ്റ് ഹൗസ് അത് എത്രയും മനോഹരമാക്കുക, ലോകത്തിൻ്റെ മുന്നിൽ തലയെടുത്ത് നിൽക്കുന്ന ഒരു മന്ദിരമായി അതിൻ്റെ ഈസ്റ്റ് വിങ്ങിൻ്റെ ഭാഗത്തൊരു വലിയ ബോൾ റൂം ഉണ്ടാകുക. പക്ഷേ വലിയൊരു ബോൾ റൂം ഉണ്ടാകുമ്പോൾ വൈറ്റ് ഹൗസ് ചെറുതായി പോകുമോ എന്നൊരു ചോദ്യവും വരുന്നു. ഈ സമയത്താണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദ്യം വരുന്നു. പല കാര്യങ്ങളിലും വിമർശനം വരുന്നു. എന്നാലും നല്ലൊരു ശതമാനം അമേരിക്കക്കാരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഇത് നല്ലതാണ് എന്ന് പറയുന്നവരാണെന്നാണ് നമ്മുടെ ചർച്ചയിലുള്ള ഭൂരിഭാഗവും പറഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കാം ആ വരാൻ പോകുന്ന ബോൾ റൂമും വൈറ്റ് ഹൗസിന്റെ പുതിയ നിർമ്മിതിയും എന്നൊക്കെ. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.